ഈ സർക്കാർ 5 പ്രാവശ്യമാണ് വില കൂട്ടിയത്. ഇപ്പൊ 16 പൈസയാണ് വില കൂട്ടിയിരിക്കുന്നത്, 16 പൈസ. ഈ കൂട്ടൽ ഒരു ചതി കൂടിയുണ്ട്. ഇപ്പൊ ഇത് ഡിസംബർ മാസമാണ്. ഈ വർഷത്തെ ചാർജ് 16 പൈസ കൂട്ടിയോടൊപ്പം ഏപ്രിൽ മുതൽ മാർച്ച് മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ വേറെ 12 പൈസ കൂടെ കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മാർച്ചിൽ പ്രഖ്യാപിക്കുന്നതിന് പകരം ഡിസംബറിൽ 2 കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഒരു 250 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു സാധാരണക്കാരൻ 50 രൂപയോളം കൂടുതൽ വരും. ഇതൊരു തറ പരിപാടിയായി പോയി. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ ഉദ്ദേശം. മാർച്ച് മാസം കഴിഞ്ഞാൽ അത് 100 രൂപയിൽ കൂടുതലാവുന്ന സ്ഥിതിയാണ്. ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്ത രീതിയിൽ വൈദ്യുതി ചാർജ് കൂടുകയാണ്. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ ചേട്ടൻ സെന്റിമെന്റലായി. ഇതാ ചേട്ടന്റെ കുഴപ്പം. മാത്രമല്ല ഡെപ്പോസിറ്റ് ചാർജ് അടക്കമുള്ള ഇത് അടുത്ത മാർച്ച് കഴിയുമ്പോഴേക്കും കൂടുമ്പോഴേക്കും വലിയ ബാധ്യത സാധാരണക്കാർക്ക് ഉണ്ടാവും. ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ഇത് ഇവരുടെ അനാസ്ഥ കൊണ്ടും അഴിമതി കൊണ്ടും ഉണ്ടാക്കി വെച്ച സംഭവമാണ്. എനിക്കിത് കിട്ടണം. നിന്റെ ഇച്ചിച്ച് വരെ കോരിയവനാടായി കൊച്ച. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വരുന്ന 25 വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാൻ ഒരു കരാറുണ്ടാക്കി. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് 4 രൂപ 29 പൈസക്കാണ് വാങ്ങാൻ തീരുമാനിച്ചത്. 7 വർഷക്കാലം അവരത് നടത്തി. ഉമ്മൻചാണ്ടി ഗവൺമെന്റും ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു. 6 വർഷത്തിലധികം കാലം ഈ ഗവൺമെന്റും വൈദ്യുതി വാങ്ങിച്ചു. 2 വർഷക്കാലം മുമ്പ് ആ കരാർ റദ്ദാക്കി. കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 1 പൈസ കുറച്ചല്ല മേടിച്ചത്. 4 രൂപ 29 പൈസക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് 12 രൂപ എന്ന 3 ഇരട്ടിക്ക് വരെ ഇവർ വൈദ്യുതി ചാർജ് വാങ്ങിച്ചു. അതായത് ഒരു ദിവസം 15-20 കോടി രൂപ. എല്ലാം തൊലഞ്ഞു പോട്ടെ. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ വൈദ്യുതി മേടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി. അധികം തുക ചെലവാക്കേണ്ടി വന്നു. അതാണ് വലിയ ബാധ്യതയിലേക്ക് പോയത്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി 20 പൈസ കുറച്ചു കൊടുത്ത. അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നു. 1000 ചില്ലാൻ കോടി രൂപ മാത്രമാക്കി കടം 2016. അതൊന്നും എനിക്കറിയാൻ മേല. ഈ 2024 ആയപ്പോ കടം 1083 കോടി രൂപയിൽ നിന്ന് 45,000 കോടി രൂപയാക്കി വർദ്ധിച്ചു. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല. എന്തുകൊണ്ടാ? ഈ ബാധ്യതയാണ്. അപ്പൊ കരാർ റദ്ദാക്കിയിട്ട് അദാനി കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ധാരണ ഉണ്ടാക്കിയത്. അദാനി കമ്പനിക്ക് അവസാനം അത് റദ്ദാക്കി, കരാർ റദ്ദാക്കിയ നടപടി റദ്ദാക്കി. അപ്പൊ അവര് കേസിന് പോയിരിക്കുകയാണ്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? മാത്രമല്ല ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഈ വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി വൈദ്യുതി ബോർഡിനും സർക്കാരിനും ഉള്ളതാണ്. ഏതായാലും പറ്റിയേ പറ്റി. ഇനി ഒരു അബദ്ധത്തിലും ചെന്ന് ചാടാൻ നോക്കിയാൽ മതി.